നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയിസ്വർഗീസ് എം ജെ ലൂർദ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ സേവനം ചെയ്യുന്നു. തോൾസന്ധിയുടെ താക്കോൽദ്വാര ശസ്ത്രക്രിയകൾ വളരെ കൂടുതൽ ചെയ്യുന്നൊരു വിഭാഗം എന്ന നിലയിൽ തോൾസന്ധിയിൽ താക്കോൽദ്വാര ശസ്ത്രക്രിയ വേണ്ടിവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മധ്യവയസ്കരായ സ്ത്രീകളിലും പുരുഷന്മാരിലും തോൾസന്ധിയുടെ വേദന വളരെ സാധാരണമാണ്. പലപ്പോഴും പലരിലും കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട്, കൈവേദന അല്ലെങ്കിൽ രാത്രിയിൽ തോൾസന്ധിയിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നൊരു പ്രശ്നം വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത്തരക്കാരിൽ നമ്മൾ ആദ്യം തന്നെ മരുന്നുകൾ കൊണ്ടാണ് ചികിത്സ തുടങ്ങുന്നത്. എന്നാൽ പലപ്പോഴും 3-4 മാസമായിട്ടും ഇത്തരത്തിലുള്ള വേദന മാറാതെ നിൽക്കുകയും കൈ പൊക്കാനുള്ള ബുദ്ധിമുട്ട് കൂടിക്കൂടി വരികയും സ്വന്തം മുടി കെട്ടാനോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാൻ പോലും ഇത്തരത്തിലുള്ള തോൾസന്ധിയുടെ വേദന കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന പലരും നമ്മൾ ഒ പിയിൽ കാണാറുണ്ട്. ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കൈ പൊക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മസിൽ ഉണ്ട്. റൊട്ടേറ്റർ കഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൈ പൊക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പേശി, അതിൻ്റെ റൊട്ടേറ്റർ കഫ് ടയർ എന്നൊരു പ്രശ്നമാണ് ഇത്തരക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈയുടെ ചലനം കുറയുക, ചലനശേഷി കുറയുക, കൂടുതലൊരു മുകളിലേക്ക് പൊക്കാനും തലയുടെ മുകളിലേക്ക് കൈ പൊക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുക. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ വേദന അനുഭവപ്പെടുക, ഉറക്കം നഷ്ടപ്പെടുക, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന ആളുകളെ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരുന്നുകൾ കൊണ്ടും മറ്റ് ഫിസിയോതെറാപ്പി മുറകൾ കൊണ്ടുമാണ് ചികിത്സ തുടങ്ങുന്നത്. എന്നാൽ പലപ്പോഴും ഇതുകൊണ്ടൊന്നും ഇവരുടെ വേദന കുറയാതെ വരുന്നു. ഇങ്ങനെ നമ്മളൊരു 3 മാസം മരുന്നുകൾ കൊണ്ടൊക്കെ ചികിത്സിച്ചിട്ട് മാറാത്തവരിൽ നമുക്കൊരു എക്സ്റേ അല്ലെങ്കിൽ MRI തുടങ്ങിയ പരിശോധനകൾ വേണ്ടി വരാറുണ്ട്. നമുക്കെപ്പോഴും എക്സ്റേ പരിശോധനയിലൂടെ എല്ലുകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുക. ഇത്തരക്കാരിൽ എക്സ്റേ മിക്കവാറും തന്നെ നോർമലായിരിക്കും. എല്ലുകൾക്ക് തേയ്മാനോ അല്ലെങ്കിൽ പരിക്കുകളോ ഒന്നും കാണാറില്ല. എന്നാൽ നമുക്ക് ഇത്തരക്കാരിൽ മസിലുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഒരു MRI പരിശോധന ആവശ്യമായിട്ട് വരാറുണ്ട്. MRI റിപ്പോർട്ട് അനുസരിച്ച് മസിലിൻ്റെ ടയറിൻ്റെ വ്യാപ്തി അനുസരിച്ച് നമ്മുടെ ചികിത്സയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ ഒരു MRI റിപ്പോർട്ടിനകത്ത് കൈ പൊക്കുന്ന മസിലിൻ്റെ കംപ്ലീറ്റായിട്ട് പൊട്ടിയിരിക്കുകയാണെങ്കിൽ, അതായത് മൊത്തമായിട്ട് ആ മസിലിന് കീറൽ സംഭവിച്ച് മാറിയിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ അതിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രതിവിധി. എന്നാൽ ചിലരിലെങ്കിലും പൂർണ്ണമായിട്ടും പൊട്ടിയിട്ടുണ്ടാവില്ല, എന്നാൽ ഒരു 50% താഴെ മാത്രം പൊട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഫിസിയോതെറാപ്പിയുടെ കൂടെ തന്നെ ഏതാനും ഇഞ്ചക്ഷനുകളൊക്കെ ഫലപ്രദമായിട്ട് കാണാറുണ്ട്. ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ PRP എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഇത് നമ്മുടെ കീറൽ പറ്റിയ ആ റൊട്ടേറ്റർ കഫ് മസിലിന് വീണ്ടും പഴയ രീതിയിലേക്ക് വരാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഒരു 50% മുകളിൽ കീറൽ സംഭവിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കീറൽ സംഭവിക്കുകയോ ചെയ്ത ഒരു റൊട്ടേറ്റർ കഫ് മസിലിന് ഒരിക്കലും ഇഞ്ചക്ഷനോ ഫിസിയോതെറാപ്പിയോ കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കില്ല. ഇത്തരം ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു താക്കോൽദ്വാര ശസ്ത്രക്രിയയാണ് ഒരു പ്രതിവിധി. താക്കോൽദ്വാര ശസ്ത്രക്രിയ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസത്തെ ആശുപത്രി വാസം ഇത്തരക്കാർക്ക് ആവശ്യമില്ല. ഓപ്പറേഷൻ്റെ പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ 3-4 മാസം നീണ്ടു നിൽക്കുന്ന ഫിസിയോതെറാപ്പിസ്റ്റിന് മേൽനോട്ടത്തിലുള്ള വ്യായാമ മുറകളിലൂടെ വീണ്ടും പഴയ രീതിയിൽ കൈ പൊക്കാനും വേദനയെല്ലാം മാറാനും വീണ്ടും പഴയ രീതിയിൽ ജോലി ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കുന്നു. ഇത്തരത്തിലുള്ള റൊട്ടേറ്റർ കഫ് ടയറുകൾ പലപ്പോഴും പലരും അവഗണിക്കുന്നതായിട്ട് കാണാറുണ്ട്. 3-4 അല്ലെങ്കിൽ 5-6 മാസം ആയിട്ടും വേദന ഉണ്ടെങ്കിൽ പോലും കൃത്യമായ ചികിത്സ തേടാതിരിക്കുന്ന മൂലം ഇത്തരത്തിൽ ഉള്ള റൊട്ടേറ്റർ കഫ് ടയറുകൾ കൂടുതൽ സങ്കീർണമാവുകയും അതിന് സാധാരണ രീതിയിലുള്ള താക്കോൽദ്വാര ശസ്ത്രക്രിയ പോരാതെ വരികയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഈ റൊട്ടേറ്റർ കഫ് മസിലിനെ ഒരു റബ്ബർ ബാൻഡിനോട് ഉപമിക്കാം. നമ്മളത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് പതുക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾ കാലതാമസം വന്നാൽ ഈ റൊട്ടേറ്റർ കഫ് മസിലിനെ വലിഞ്ഞ് അകത്തേക്ക് പോയ മസിലിനെ തിരിച്ച് തയ്ച്ചു വയ്ക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായൊരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ 3-4 മാസത്തിനുള്ളിൽ തന്നെ വേദന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ പരിശോധനകൾ നടത്തുകയും ഇത്തരത്തിൽ റൊട്ടേറ്റർ കഫ് പരിക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.